ഫൈനലി എൻ്റെ ഹോം ടൂർ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഈ ചാനലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് ഹോം ടൂർ ചെയ്യുമോ എന്നുള്ളതാണ്. വീടിൻ്റെ പുറത്തുനിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് വീടിൻ്റെ പേര്, താജ്ന്. പിന്നെ ഇത് സ്ലൈഡിങ് ഗേറ്റ് ആണ്. ഒരു കോർണറിലാണ് ഗേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ലൈഡായിട്ട് ഇവിടെ പറ്റുള്ളൂ. അതുകൊണ്ട് സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തത്. ഗേറ്റ് തുറന്ന് നേരെ കാണുന്നത് ഇതാ ഈ ഒരു കാർ പോർച്ചാണ്. ഞാൻ ആദ്യം മുറ്റൊക്കെ ചുറ്റി കാണിച്ചതിൻ്റെ ശേഷം അകത്തേക്ക് പോവാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു സൈഡ് ഭാഗമാണ്. ഈ സൈഡിൽ ഇതാ ഇത്ര സ്ഥലമേ ഉള്ളൂ. ഇവിടെ ആ കാണുന്നത് കോർട്ട്യാർഡിലേക്കുള്ളൊരു ഡോറാണ്. വീടിൻ്റെ ഉള്ളിലാണ് കോർട്ട്യാർഡ്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ മുറ്റത്തുനിന്നൊരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലായിട്ട്. പിന്നെ ഇതാ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ കയറുന്ന സ്ഥലത്തും അവിടെ സൈഡിലുമായിട്ട് കലാത്തിയാണ് കൊടുത്തത്. അധികം ചെടി വെക്കാനൊന്നും സ്ഥലങ്ങളൊന്നുമില്ല. ആകെ ദാ ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ന് പറയാൻ ആകെ 2 ടൈപ്പ് ചെടികൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ബാമ്പുവും പിന്നെ ദാ ഈ കലാത്തിയായും. ഈ 2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. ഞാൻ കാണിക്കുന്ന കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കണേ. ഈ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വന്നാൽ ഈ ബാക്ക് സൈഡിലേക്കാണ് കേട്ടോ പിന്നെ വരുന്നത്. ആ ഫ്രണ്ടിൽ സൈഡിൽ കൂടെ വന്നാൽ ഈ ബാക്ക് സൈഡിലേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഡോറ് കൊടുത്തണേ. പെട്ടെന്ന് കിച്ചണിലേക്ക് വരണമെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ബാക്ക് ഭാഗത്തേക്ക് ഒരു ഡോറ് പുറത്തേക്ക് ഇങ്ങനെ കൊടുത്തണേ. പിന്നെ ഇതാ ഈ കാണുന്ന വലിയൊരു വിൻഡോ കണ്ടോ, ഇത് ഡൈനിങ്ങിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. ആ വിൻഡോൻ്റെ ഉള്ളിൽ കൂടി ഈ കലാത്തിയെ കാണുമ്പോൾ നല്ല രസമാണ്. മഴയൊക്കെ പെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കുറേ എടുത്തണ്. എൻ്റെ ഷോർട്സിലും ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഈ ഒരു വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണതാണ്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേജ് മാതിരി കുറച്ച് ഉയർത്തിയിട്ട് ചെയ്തിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കിച്ചണിൻ്റെ ഭാഗത്ത് ബാക്കിലേക്കായിട്ട് യൂറോപ്യൻ സ്റ്റൈലിൽ ബാക്ക് യാർഡൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതിനൊന്നും ഇവിടെ സ്പേസ് ഇല്ല. 6.25 സെൻറ്റ് ഉള്ളൂ എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ ഉള്ള സ്ഥലത്ത് ഞാനിവിടെ ഇതാ ഇങ്ങനെ ബാമ്പു വെച്ച് കണ്ട് ചെറിയൊരു ഇങ്ങനൊരു ഏരിയ ഉണ്ടാക്കി വെച്ചിന്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നാൽ ഇവിടാണ് കേട്ടോ കിണർ വരുന്നത്. അധികം ആയൊന്നുമില്ല കിണർ. പിന്നെ ഈ കിണറിൻ്റെ പകുതി ഇങ്ങനെ സ്ലാബ് ഇട്ട് കണ്ട് ഇവിടെ നടക്കാനുള്ള സ്പേസിന് വേണ്ടിയിട്ട് പകുതി ഇങ്ങനെ സ്ലാബ് ഇട്ടാണ്. പിന്നെ വെള്ളമൊക്കെ നല്ല കുടിവെള്ളമാണ്. അതാണ് നമുക്ക് ഈ സ്ഥലത്തിനോട് ഇത്രയും അട്രാക്റ്റ് ആവാനുള്ള ഒരു കാര്യം. ഈ ഒരു വെള്ളം കൂടിയാണ് കേട്ടോ. മാഷാ അല്ലാ, അധികം ആയുമില്ല. പാടം കയറുന്ന കരയാണ്. അതുകൊണ്ട് തന്നെ നല്ല കുടിവെള്ളമാണ്. ഇതുവരെ ഇവിടെ താമസിച്ചതിന് ശേഷം വെള്ളം വറ്റിയിട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയയിൽ ഇങ്ങനെ ഷവർ സെറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഓപ്പണായിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാനൊരു റിസോർട്ടിൽ പോയ സമയത്ത് അവിടെ ഇങ്ങനെ സ്വിമ്മിങ് പൂളിൽ നിന്ന് കയറി വന്നിട്ട് ഇങ്ങനെ ഓപ്പണായിട്ടൊരു ബാമ്പൂവിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കണ്ടപ്പോൾ മനസ്സിൽ വന്നൊരു തോട്ടാണ് നമ്മൾ വീടെടുക്കുമ്പം വീട്ടിലും ഇങ്ങനെ ചെയ്യാമെന്നുള്ളത്. പിന്നെ മക്കൾ ഇങ്ങനെ കളിച്ചൊക്കെ വരുമ്പം ഇവിടുന്ന് തന്നെ പുറത്തുനിന്ന് തന്നെ ഇങ്ങനെ കുളിച്ച് കയറൊക്കെ ചെയ്യല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അവിടെ അങ്ങനെ സെറ്റ് ചെയ്തത്. പിന്നെ ഇതാ പുറത്ത് ഇങ്ങനെ ചെറിയൊരു ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ഒരു സിങ്കും ഒരു ഇതൊക്കെ വെച്ചിന്. ഇതെന്തിനാന്ന് വെച്ചാൽ മെയിനായിട്ട് തേങ്ങ ചിരണ്ടുക, അതുപോലെ മീൻ മുറിക്കുക എന്നുള്ളതൊക്കെ ഇങ്ങനെ പുറത്തേക്കാക്കാമെന്ന് വിചാരിച്ച്. അകത്ത് എനിക്ക് ഒറ്റൊരു കിച്ചണേ ഉള്ളൂ. വേറെ വർക്കിംഗ് കിച്ചണെന്ന് പറഞ്ഞിട്ട് വേറെ കിച്ചണൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്തതാട്ടോ. അത് പുറത്തേക്ക് അങ്ങനെ ഈ മീനൊക്കെ മുറിക്കുമ്പോൾ സ്മെല്ലൊന്നും ഉള്ളിൽ നിൽക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതിന് വേണ്ടി അങ്ങനെ പുറത്തുണ്ടാക്കി. പിന്നെ ഇതാ ഈ ഒരു കൂട് മരത്ത സാധനം എനിക്ക് വേസ്റ്റൊക്കെ കത്തിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതാട്ടോ. ഇതുണ്ടായതുകൊണ്ട് നല്ല സുഖമാണ് വേസ്റ്റൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സൈഡിൽ തേങ്ങ ഇതൊക്കെ വെക്കും. പിന്നെ കത്തിച്ച വെണ്ണീർ ഇങ്ങനെ ചാക്കിലാക്കി വെച്ചിട്ട് പിന്നീട് എടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്യൽ. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെതൊക്കെ വേറെ ആക്കിയിട്ട് വെക്കും ചെയ്യും. നമ്മൾ നേരത്തെ മുന്നിൽ കണ്ടില്ലേ ഒരു ഫസ്റ്റ് കാർ പോർച്ചിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ കാണിച്ചില്ലേ സൈഡ് ഭാഗം എന്ന് പറഞ്ഞ്, അതിൻ്റെ കണ്ടിന്യൂഷൻ ആട്ടോ. ആ ഒരു സൈഡ് ഭാഗം തന്നെയാണിത്. ഇപ്പുറത്തെ സൈഡിലും കോർട്ട്യാർഡിലേക്ക് ആ കാണുന്നൊരു ഡോറുണ്ട്. അപ്പോൾ നമ്മൾ അതിരിനോട് ചേർന്നിട്ടാണ് കോർട്ട്യാർഡ് ഉള്ളത്. അപ്പോൾ 2 സൈഡിലും ഇങ്ങനെ ഡോറ് വെച്ചതാണ് സേഫ്റ്റിക്കും വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇവിടെ പുറത്തേക്ക് അയക്കാണ്ട് ഇതിൻ്റെ അടിയിലാണ് ഗ്യാസ് സിലിണ്ടറൊക്കെ വെച്ചിട്ടുള്ളത്. അകത്ത് വെക്കണതിനെക്കാട്ടിയും സേഫാണ് ഇങ്ങനെ പുറത്ത് ഗ്യാസൊക്കെ വെക്കണത്. അപ്പോൾ അതിങ്ങനെ പുറത്തായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിണ്. പിന്നെ ഈ സിങ്കിൻ്റെ അടിഭാഗത്തായിട്ട് ഞാൻ വേസ്റ്റ് അരയ്ക്കണ സാധനം, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സ്ഥലം കുറവാണ് എന്ന്. അപ്പോൾ വേസ്റ്റ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അപ്പോൾ വേസ്റ്റ് ഒഴിവാക്കുക എന്നുള്ളത് ഇവിടെ ഒരു സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വേസ്റ്റ് അരയ്ക്കണ സാധനം ആ സിങ്കിൻ്റെ അടിയിലായിട്ട് വെച്ചിട്ട് ഞാൻ അതിനായിട്ട് സെപ്പറേറ്റ് ഞാനൊരു വീഡിയോ ചെയ്തിണ്. ആ വേസ്റ്റ് അരയ്ക്കണതിൻ്റെ അത് കാണണം എന്നുള്ളവർ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കേണ്ടി കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. ഇതാണ് ഫ്രണ്ട് ഏരിയ. കൊലായി എന്ന് പറഞ്ഞാൽ ഇതാ ഇത്ര ചെറിയൊരു സ്പേസേ ഉള്ളൂ. ഒരു 3 ചെയറും പിന്നെ ഈ സൈഡിൽ കാണുന്നത് ഷൂ റാക്കാണ് കേട്ടോ. അപ്പോൾ ആ ഷൂ റാക്കിൻ്റെ മേലെ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ 3 ചെയറും, ഇത്ര സ്പേസ് മാത്രമേ കൊലായിലുള്ളൂ. കൊലായി ഞാൻ അധികം സ്പേസ് വേണ്ടാന്ന് വിചാരിച്ചതാണ്. കാരണം ഇപ്പം അധികം അങ്ങനെ കൊലായിൽ ഇരിക്കലില്ലല്ലോ പണ്ടത്തെ പോലെ. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ആരെങ്കിലും ഗസ്റ്റ് വന്നാലും ഒക്കെ നമ്മൾ ലിവിങ്ങിലല്ലേ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊലായി ഭയങ്കര വലുതായിട്ട് ഉണ്ടാക്കണം എന്നുള്ള അന്നേരം ഇത് എടുക്കുന്ന സമയത്തൊരു തോന്നിയിട്ടില്ല. അപ്പോൾ അതുമല്ല, കൊലായി വലുതാക്കി എടുത്താൽ ഉള്ളിലേക്ക് സ്പേസ് കുറയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇത്ര വലുപ്പത്തിലാണ് കൊലായി ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. ആ ഡോറിനെ പറ്റി പറയാൻ മറന്നുപോയി. ഈ ഡോറ് സ്റ്റീൽ ഡോറാണ് കേട്ടോ. ഇതൊന്നും മരമല്ല, സ്റ്റീലിൻ്റെ ഡോറ്. ഈ വൈറ്റ് പെയിൻറ്റ് ഇങ്ങനെ മോഡൽ കാണിച്ച് കണ്ട് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിപ്പിച്ചതാട്ടോ. കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുക ഇതാ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ലിവിങ് ആണ്. ഇവിടെ ഫസ്റ്റ് സോഫ ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് ഇനി സോഫ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാനത് അങ്ങോട്ടേക്ക് മാറ്റിയിട്ടതാണ്. അത് ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഇത് ഞാൻ 2 സമയത്തായിട്ടെടുത്ത വീഡിയോ കൂട്ടിയതുകൊണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് സോഫ ഇങ്ങനെ ഇട്ടതും ഒരു പ്രാവശ്യം വേറെ രീതിയിലിട്ടതും കാണാൻ പറ്റും. അത് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഞാൻ എന്തിനാ ഇങ്ങനെ സോഫ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടതെന്ന് വെച്ചാൽ ഈ കോർണറിൽ മേലെ മുതൽ താഴെ വരെ വലിയൊരു വിൻഡോ ആണ്. അപ്പോൾ സോഫ ഈ കോർണറിലേക്ക് മാറ്റിയിടുന്ന സമയത്ത് ഇത് തുറക്കാനൊന്നും കഴിയൂല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അങ്ങോട്ടേക്ക് മാറ്റിയിട്ടതാണ്. പക്ഷേ ഇത് കാണാൻ ഭംഗി ഇങ്ങനെ സോഫ ഇങ്ങനെ ഈ ഒരു സൈഡിലേക്ക് ഇടുന്നതാണെന്നാണ് തോന്നണത്. പക്ഷേ ഞാൻ ഈ വിൻഡോ തുറന്ന് വെക്കാനുള്ള വിൻഡോ അല്ല കേട്ടോ. അത് ഒരു ഗ്ലാസ്, ഫിക്സഡ് ഗ്ലാസ് ആണ്. അപ്പോൾ അത് അങ്ങനെ തുറന്ന് വെളിച്ചമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ സോഫ ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റിയിടണം. അതിനോണ്ടാണ് അങ്ങോട്ട് മാറ്റിയിട്ടത്. പിന്നെ ഇവിടെ ഒരു പാർട്ടീഷനും ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഈ സോഫൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഇവിടുത്തെ ചുമരുമ്മൽ ഇതാ ഇങ്ങനെ ഗ്ലാസ് കൊടുത്തണം, മിറർ കൊടുത്തണം. അപ്പോൾ എന്താ വെച്ചാൽ ഉള്ള സ്പേസ് ഒന്നും പാടിയും ഇരട്ടിച്ച മാതിരി തോന്നും ഇങ്ങനെ മിറർ കൊടുക്കുമ്പോൾ. മറ്റേത് അവിടെ ചുമര് വന്ന് ഒരു ഇതുമാതിരി തോന്നുമല്ലോ. പക്ഷെ ഇങ്ങനെ മിറർ കൊടുക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ നമ്മൾ ഉള്ള സ്പേസ് ഒന്നും പാടിയും വലിയതായിട്ട് തോന്നും. അതുകൊണ്ടാട്ടോ ഈ സോഫൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു ചുമരുമ്മൽ ഇങ്ങനെ മിറർ കൊടുക്കാന്നുള്ളൊരു ചിന്ത വന്നത്. ഇങ്ങനെ വരുമ്പോൾ ദാ ഈ കാണുന്ന ഡോറ് ഈ സൈഡിലേക്കായിട്ടൊരു റൂമുണ്ട്. പക്ഷേ ഈ ഒരു റൂമിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളത് ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കാണുന്നത്. ആ ഒരു ഡോറ് തുറക്കണേ മാത്രമേ ഉള്ളൂ, അതിൻ്റെ ബാക്കി വീഡിയോ ഒന്നും കാണുന്നില്ല. അപ്പോഴാണ് ഓർമ്മ ആയത് ആ റൂം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ വീഡിയോ എവിടെയെങ്കിലുമൊക്കെ ചേർക്കുക. ഇപ്പം ഇതിങ്ങനെ പോവട്ടെ. അവിടെ നിന്ന് ഇങ്ങനെ വന്നതാ ഈ ഒരു സൈഡിലേക്കായിട്ട് ഒരു കുഞ്ഞി നിസ്കാര റൂമുണ്ട്. അതെനിക്ക് നിസ്കാര റൂം വേണമെന്നുള്ളത് എന്തായാലും ഒരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അധികം സ്പേസ് ഒന്നുമില്ല, ഒരു 2 ആൾക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റണ അത്ര വലുപ്പേ ഉള്ളൂ. ഈ ഒരു വീടിൻ്റെ ഒരു പ്ലാൻ ഉണ്ടല്ലോ, ഇതെനിക്ക് 100% ഞാൻ ഈ ഒരു പ്ലാനിൽ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് സ്ഥലപരിമിതി കൊണ്ട് പല സ്ഥലങ്ങളും റൂമുകളാണെങ്കിലും കുറച്ച് സ്പേസ് കുറഞ്ഞെന്നുള്ളതല്ലാതെ ഈ ഒരു വീട്ടിൽ ഒരു സ്ഥലം പോലും വേസ്റ്റേജ് ആയിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ്. പിന്നെ മാക്സിമം വിൻഡോസ് എല്ലായിടത്തും കൊടുക്കാൻ നോക്കിന്. ഈ ഒരു നിസ്കാര റൂമിലും ഒരു വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ കോർട്ട്യാർഡിലേക്കാണ് വ്യൂ വരുന്നത്. ഒരു ഏരിയയോ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലം നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള വെറുതെ കിടക്കുന്ന ഒരു സ്ഥലം പോലും ഈ ഒരു വീട്ടിലില്ല കേട്ടോ. എല്ലാം നല്ല കറക്റ്റായിട്ടാണ് ഈ ഒരു പ്ലാൻ ഉള്ളത്. നിസ്കാര റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോർട്ട്യാർഡ് വരുന്നത് കേട്ടോ. ആ ഒരു വിൻഡോ കാണുന്നത് റൂമിൽ നിന്ന് ഈ കോർട്ട്യാർഡിലേക്കുള്ളൊരു വ്യൂ ആണ്, റൂമിലേക്കുള്ള ഒരു വിൻഡോ ആണ് കേട്ടോ അത്. പിന്നെ ഇതാ ഈ ഒരു സൈഡിൽ കണ്ടോ ഒരു ബ്ലാക്ക് ഡോറ്, അപ്പുറത്ത് 2 സൈഡിൽ കണ്ടില്ലേ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുറത്തുനിന്ന് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ഉള്ള സ്ഥലങ്ങളാട്ടോ അത്. പിന്നെ ഈ ബാമ്പൂവിൻ്റെ ഒക്കെ ഇടയിലായിട്ടൊരു ബ്ലാക്ക് വാഷ് ബേസിന് കണ്ടോ, അതാണ് ഇവിടുത്തെ വാഷ് ബേസിന് കേട്ടോ. അതിങ്ങനെ കോർട്ട്യാർഡിലേക്കായിട്ടാണ് സെറ്റ് ചെയ്തത്. അവിടെ തന്നെ ഒളെടുക്കാനും സൗകര്യം ചെയ്തത്, നിസ്കാര റൂമിൻ്റെ അടുത്തായിട്ട് ഒളെടുക്കാൻ സൗകര്യം ചെയ്തത്. അപ്പോൾ ഒക്കെ പുറത്തേക്ക് പോകുമല്ലോ, വീടിൻ്റെ
ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വാഷ് ബേസിൻ ഉള്ളതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഈ ഡൈനിങ് ഏരിയേൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഇങ്ങനെ വാഷ് ബേസിൻ വരുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് അത് കോർട്ട്യാർഡിലേക്ക് മാറ്റിയത്. ഇങ്ങനെ ഡൈനിങ് ഏരിയ വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്താണ് ഇങ്ങനെ വന്നിട്ട്. ഡൈനിങ് ഏരിയൻ്റെ മേലെ സീലിങ്ങിൽ ഇതേമാതിരി മിറർ കൊടുത്തണ്. അതും ഭയങ്കര രസമാട്ടോ. അതിൽ നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ മേലേക്ക് കാണുന്നത്. അതിൻ്റെ താഴായിട്ട് ഇങ്ങനെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കൊടുത്തണ്. പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ടും സ്പോട്ട് ലൈറ്റ്സും പിന്നെ പ്രൊഫൈൽ ലൈറ്റും ആണ് കേട്ടോ കൊടുത്തത്. ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് 3 കളേഴ്സാണ്. വാം, ലൈറ്റ് വാം, പിന്നെ വൈറ്റ് കളറ്. നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ സ്വിച്ച് ഇട്ട് ഓണാക്കുമ്പോഴും ഓരോ കളറുകൾ ഇങ്ങനെ മാറി മാറി വരും. പക്ഷേ ഞാൻ എപ്പോഴും ഈ ഒരു വാം ലൈറ്റാണ് യൂസ് ചെയ്യൽ. എനിക്ക് അതാണ് കേട്ടോ ഇഷ്ടം. വൈറ്റിനേക്കാളും എനിക്ക് വാം ലൈറ്റാണ് ഇഷ്ടം. പിന്നെ ഇതാ ഈ ഒരു വിൻഡോ ആണ് നമ്മൾ ഫസ്റ്റ് പുറത്തുനിന്ന് കണ്ട ആ ഒരു വിൻഡോ ഉണ്ടല്ലോ, ആ ഒരു വിൻഡോ ആണ് കേട്ടോ അത്. ഈ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇതാ ഈ കലാത്തിയെ ഇങ്ങനെ കാണാൻ ഭയങ്കര രസമാണ്. മഴ പെയ്യുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ ഈ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ടേക്ക് നോക്കാൻ. പിന്നെ ഈ ഒരു വിൻഡോ മൊത്തം തുറന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഫീലും കിട്ടും. ഒരേ സമയം നമ്മൾ ഡൈനിങ്ങിലാണെങ്കിലും നമുക്കിങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന ഒരു ഫീലും കിട്ടും. ഞാൻ ഈ ഒരു വീഡിയോ മാക്സിമം കട്ട് ചെയ്യാതെ ഇതിൽ ഇതാക്കാൻ നോക്കിയാണ്. കാരണം എന്താ വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ വരണ്ട ഏത് ഏരിയ ആണ് എന്നൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഭാഗം പോലും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാതെ നേരെയുള്ളൊരു വീഡിയോ മാക്സിമം ആക്കാൻ വേണ്ടി നോക്കിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു വാളുണ്ടല്ലോ, ഡൈനിങ്ങിൻ്റെ ഈ ഭാഗത്തുള്ള ഈ ഒരു വാള് മൊത്തം ഇങ്ങനെ ഒരു വാൾപേപ്പർ വെച്ച് കണ്ട് ഹൈലൈറ്റ് ചെയ്തിന്. അതിൻ്റെ ഈ ഡൈനിങ്ങിൻ്റെ ഈ ഒരു വാളിലായിട്ട് ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു സൈഡിൽ ഇങ്ങനെ ഒരു കാലിഗ്രഫി കൊടുത്തിന്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫസ്റ്റ് ബിസ്മിയാണല്ലോ ചെല്ലുക. ആ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ ബിസ്മി കൊടുത്തതാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാതെ ബിസ്മിയല്ലോ. പിന്നെ ഒരു ഭംഗിക്കും കൂടെ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ്. പിന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് ഇവിടുത്തെ DB വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് മറയ്ക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു വുഡൻ്റെ ഷെയ്ഡിലൊരു പാനലിംഗ് വർക്ക് ഇങ്ങനെ ചെയ്തിന് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൂട്ടി വെച്ചാൽ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു മേലെ മുതൽ താഴെ വരെ ഉള്ളത് മാതിരിയിട്ട് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇതാ ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്തിന്. അവിടെയാണ് വൈഫൈ, ഇൻവെർട്ടർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ വെച്ചത്. പിന്നെ അതാ ഈ അടിയിൽ കാണുന്ന ബോക്സ് നമ്മളെ കിച്ചണിലുള്ള സിങ്ക് കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റാൻ കൊണ്ടുവച്ചതാണ്. അതിൻ്റെ പിന്നിൽ വേറൊരു കഥ, അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ സിങ്ക് കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കമ്പനി വേറെ സിങ്ക് റീപ്ലേസ് ചെയ്ത് തന്നതാണത്. അപ്പോൾ അത് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതവിടെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഒരു വീടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീട്ടിലിതാ ഇതുപോലത്തെ ഒരു ഊഞ്ഞാല വേണമെന്ന് ഞാൻ ആദ്യമേ വിചാരിച്ച കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഡൈനിങ്ങിൽ ഇങ്ങനെ ഒരു ഏരിയ, ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ കൊടുത്തതാണ് ഇങ്ങനെ ഊഞ്ഞാല വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ചാരണ ഭാഗം ഉണ്ടല്ലോ, അത് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് വെക്കാനും പറ്റും, അതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയിട്ട് വെക്കാനും പറ്റും. ഇനിയിപ്പോൾ നമുക്ക് കോർട്ട്യാർഡിലേക്ക് നോക്കി ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആടണമെന്നുണ്ടെങ്കിൽ ഈ ചാരണ ഭാഗം ഇങ്ങോട്ടേക്കാക്കാം. അതുപോലെ ഡൈനിങ്ങിൽ ഗസ്റ്റൊക്കെ വന്നിട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഓലോട് ഇങ്ങനെ സംസാരിച്ച് ഇരുന്നിങ്ങനെ ആടാനാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ചാരണ സാധനം നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയാണ്ടും വെക്കാൻ പറ്റും കേട്ടോ. ഇത് നിങ്ങൾക്ക് എന്തായാലും ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോയിൽ ഈ ഒരു ഊഞ്ഞാല കാണാൻ പറ്റൂല. കാരണം അന്ന് ഈ ഊഞ്ഞാല അവിടെ വെച്ചിട്ടില്ലേനി. പിന്നെയും ഒരു വർഷമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഈ ഒരു ഊഞ്ഞാല വെച്ചത്. പക്ഷെ അത് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ മേലെ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടേനി. അങ്ങനെ അതിങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ ദാ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു റൂമുണ്ട്. അപ്പോൾ ഈ റൂമും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം വലുപ്പമില്ല. മാക്സിമം റൂമൊക്കെ ഇങ്ങനെ ചെറുതാക്കിക്കാണ്ട് ഹോള് വലിയതാക്കാൻ നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് കയറി വരുമ്പം ഹോളൊരു കൺജസ്റ്റഡ് ഫീലൊന്നും തോന്നണില്ലല്ലോ. അതിൻ്റെ കാരണം ഇതാണ്, റൂമൊക്കെ ഒന്ന് ചെറുതാക്കി കണ്ട് ഹോള് നല്ല വലുതാക്കാൻ നോക്കി. ഈ റൂം നല്ല ചെറിയൊരു റൂമാണ്, എന്നാലും എല്ലാ സൗകര്യങ്ങളും ഈ റൂമിൽ കൊടുത്തിന്. ആ ഒരു സൈഡിൽ കാണുന്ന വിൻഡോ കോർട്ട്യാർഡിലേക്ക് ഓപ്പണിംഗ് ആണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരു കർട്ടൻ കാണുന്നുണ്ടല്ലോ, അവിടെ പുറത്തെ ഭാഗത്തേക്ക് ഒരു വിൻഡോ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാ റൂമിലും കട്ടിലിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ലൈറ്റ് കൊടുത്തണേ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാ ലൈറ്റും ഓഫാക്കിയിട്ട് ഈ കട്ടിലിൻ്റെ താഴെയുള്ള ഈ ലൈറ്റ് ഇങ്ങനെ മാത്രം ഇങ്ങനെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ കട്ടിലിൻ്റെ താഴെ എല്ലാ റൂമിലും അങ്ങനെ ലൈറ്റ് കൊടുത്തണ്. പിന്നെ ഈ റൂമിലേക്ക് കയറി വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒരു നമുക്ക് സ്പ്രേയും കാര്യങ്ങളും എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ വെച്ചിന്. അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാർഡ്രോബ് ടൂർ കാണിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളും വാർഡ്രോബിൻ്റെ ഉള്ളും ഒക്കെ ഞാൻ കാണിക്കട്ടോ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്.
പിന്നെ ഈ റൂമിലും ഈ സൈഡിൽ കാണുന്നതാ ഇതാണ് ഇവിടുത്തെ വാർഡ്രോബ്. ഇത് മൊത്തവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിററാണ് കൊടുത്തത്. അതിനൊരു കാരണം എന്താ വെച്ചാൽ ഈ റൂം നല്ല ചെറിയ റൂമാണ്. അപ്പോൾ ഈ ഒരു റൂം വലിയതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മിറർ കൊടുത്തത്. അപ്പോൾ ആ ഒരു കൺജസ്റ്റഡ് ഫീൽ ഉണ്ടാവില്ല. ഈ ഒരു വാർഡ്രോബിൻ്റെ ഉള്ളിലൂടെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ആയിട്ടാണ് ഈ ഒരു റൂമിലത്തെ ബാത്റൂം വരുന്നത്. അതിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് നമ്മൾ അയച്ചു വെക്കുന്ന ഒരു ഡ്രസ്സ് വെക്കാനുള്ള ഒരു ഏരിയ മാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ വാർഡ്രോബ് ടൂർ കാണിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. എല്ലാ വാർഡ്രോബും ഞാൻ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിലിപ്പം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ ബാത്റൂമൊക്കെ പോകുന്ന ഒരു ഏരിയ ഉണ്ടായതുകൊണ്ട് അവിടെയാണ് ഇങ്ങനെ ഡ്രസ്സൊക്കെ അയച്ച് ഒരു വട്ടം മാത്രം ഇട്ട് വന്നുകൊണ്ട് നമ്മൾ എന്നാൽ തിരുമ്പാനും അല്ലാത്ത ഡ്രസ്സ് അയച്ചു വെക്കുമല്ലോ, അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള മര്യ വെച്ചെന്നാൽ ഇത് പൂട്ടിയിട്ടാൽ പുറത്തേക്കൊന്നും കാണാത്ത രീതിയിലാക്കിയിട്ട് ആണ് ചെയ്തത്. അപ്പോൾ അതിങ്ങനെ പൂട്ടിയിട്ടാൽ അവിടെ ബാത്റൂം ഉള്ളത് അറിയൂല. അപ്പോൾ ആ ഒരു രീതിക്കാണ് ചെയ്തത്. പിന്നെ ആ ഒരു ഭാഗം മൊത്തം മിറർ കൊടുത്തതുകൊണ്ട് ഈ റൂമിൻ്റെ ആ ഒരു കൺജസ്റ്റഡ് ഫീൽ ഇല്ലാതെ ഒന്നും പാടിയും റൂമിനെ ഒന്ന് വലുതാക്കി കാണിക്കുന്നുണ്ട്. ആ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഇങ്ങനൊരു ഡോറ് കാണാം. ഇത് ഞാൻ കിച്ചണിലേക്ക് വ്യൂ ഉള്ള മാതിരി തന്നെയാണ് കേട്ടോ കൊടുത്തത്. എനിക്കിങ്ങനെ കുറച്ചിങ്ങനെ കിച്ചണിലേക്ക് ഇങ്ങനെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ലൈറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഈ ഡൈനിങ്ങിൽ നിന്ന് അങ്ങോട്ട് കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഡോർ അങ്ങനെ ഉള്ളിലേക്ക് കാണുന്ന രീതിക്ക് തന്നെയാണ് കൊടുത്തത്. പിന്നെ ഞാൻ കിച്ചണ് ഈ ഒരു ഹോം ടൂറിൽ കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ കിച്ചൺ ടൂർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിന്. അപ്പോൾ കിച്ചൺ ടൂർ കാണണം എന്നുള്ളവർ ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കിയിട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഇതിൽ ഞാൻ കിച്ചൺ ടൂറായിട്ട് ഇങ്ങനെ കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് താഴ് ഭാഗങ്ങളൊക്കെ ഏകദേശം ഞാൻ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നത്. ഞാൻ പറയണത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്ക് കഴിയണ മാതിരിയൊക്കെ ഞാൻ പറഞ്ഞിന്. ഇനി നമുക്ക് മേലേക്ക് പോവാം. ആദ്യം തന്നെ സ്റ്റെയർ കേസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ്. ഈ ഒരു ലിവിങ്ങും ഈ ഒരു ഡൈനിങ്ങും തമ്മിൽ പാർട്ടീഷൻ ചെയ്യുന്നത് ഈ ഒരു സ്റ്റെയറാണ് കേട്ടോ. പാർട്ടീഷൻ പോലാണ് ഈ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് വരുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഭാഗം പോലും വേസ്റ്റ് ആയിട്ടില്ല. സ്റ്റെയർ പോലും ഒരു പാർട്ടീഷനായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെയർ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഫുള്ള് വുഡിലാണ് ചെയ്തത്. ഒരു ഭാഗം ഗ്ലാസും ഈ സ്റ്റെയറിൻ്റെ മറ്റൊരു ഭാഗം ഇങ്ങനെ ഗ്രില്ല് മാതിരിയാണ് ചെയ്തത്. പിന്നെ സ്റ്റെയർ കയറി വരുന്ന ഈ ഒരു ലാൻഡിങ്ങിൽ ഇങ്ങനെ മൊത്തത്തിൽ ഗ്ലാസ്സാണ് കൊടുത്തത്. ഈ ഒരു വീട്ടിൽ മാക്സിമം ഞാൻ എല്ലായിടത്തും ഗ്ലാസ് കൊടുക്കാൻ ശ്രമിച്ചിന്. ചുമരുകൾ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ കർട്ടനൊക്കെ മൊത്തം മാറ്റിയിട്ടാൽ ഇവിടെ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. അത്രക്കും വെളിച്ചം വരും കേട്ടോ ഉള്ളിലേക്ക്. കാരണം മൊത്തം ഗ്ലാസ് അല്ലേ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഗ്ലാസ് ആട്ടോ, തുറക്കാൻ കഴിയൂല. ഈ ഡൈനിങ്ങിലും കോർട്ട്യാർഡിലേക്ക് റൂമുകളിൽ ഒക്കെ ഉള്ളത് മാത്രമേ തുറക്കാൻ പറ്റുന്ന ടൈപ്പ് വിൻഡോസും ഉള്ളൂ. പിന്നെ ഈ ഒരു ലിവിങ് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തത്. നന്ന മേലെ നിന്ന് ഇങ്ങനെ ഒരു ഹാങ്ങിങ് ലൈറ്റ് താഴത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെയുള്ള ഓരോ ലൈറ്റിൻ്റെയും ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ വീഡിയോ എടുക്കണം. പകലായതുകൊണ്ട് ലൈറ്റിൻ്റെയും ഇതിൻ്റെയും അത്ര ഒന്നും കാണിക്കുന്നില്ല. ഈ വീട്ടിൽ ആകെ വുഡിൻ്റെത് എന്ന് പറയാൻ ഈ ഒരു സ്റ്റെയർ കേസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാ സാധനങ്ങളും വേറെ ഓരോരോ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തത്. വുഡ് മാക്സിമം ഒഴിവാക്കാൻ നോക്കിയത്. കാരണം നമ്മളിവിടെ വീട് പൂട്ടിയിട്ട് പോകുമ്പം ചെതലൊന്നും വരാതെക്കാൻ വേണ്ടിയിട്ടാണ് വുഡ് മാക്സിമം ഒഴിവാക്കാനായിട്ട് നോക്കിയത്. അതുകൊണ്ട് തന്നെ റൂമിൻ്റെ ഡോറുകളാണെങ്കിലും ഫ്രണ്ട് ഡോറാണെങ്കിലും ഒന്നും വുഡിലല്ല ചെയ്തത്. കിച്ചണിൻ്റെ കബോർഡുകൾ അങ്ങനത്തെ ഒക്കെ WPCയിലാണ് ചെയ്തത്. വുഡ് മാക്സിമം ഒഴിവാക്കാനായിട്ട് നോക്കി. ഇനിയിപ്പം സ്റ്റെയർ കയറി നേരെ വന്ന് ഈ ഒരു സൈഡിലേക്കാട്ടോ ഞാൻ ഫസ്റ്റ് പോണത്. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി, അഥവാ നമ്മളെ പുറത്ത് സിറ്റ് ഔട്ട് ഉണ്ടല്ലോ, അതിൻ്റെ നേരെ മേലെ വരുന്നൊരു ഭാഗം ഇത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ഇവിടേക്ക് ആരും പോവലില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. മാക്സിമം നിങ്ങളൊക്കെ വീടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാൽക്കണി ഏരിയ ചെറുതാക്കാൻ നോക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. കാരണം ഇപ്പോഴത്തെ കാലത്ത് ആരും അങ്ങനെ ബാൽക്കണിയിലൊന്നും പോയിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നണില്ല. എല്ലാവരും ഇത് അറിയില്ല. നമ്മളിതുവരെ ഈ ബാൽക്കണിയിൽ ഇറങ്ങി സ്പെൻഡ് ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. ബാൽക്കണി മാക്സിമം ചെറുതാക്കി ആ ഒരു സ്പേസ് എന്താ പറയുക, ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ ഒന്നും പാടി സൗകര്യമായിരിക്കും. പുറത്തുനിന്ന് നോക്കാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെറിയൊരു ബാൽക്കണി വേണമെങ്കിൽ വെക്കാം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ബാൽക്കണി യൂസ് ചെയ്യാത്തൊരു സ്ഥലമാണ്. നമ്മൾ ഈ ബാൽക്കണിയിൽ നിലത്ത് ഇങ്ങനെ
ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് കേട്ടോ ഇട്ടത്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. അല്ലാതെ അവിടെ പോയിട്ട് സമയം ഇതുവരെയും ഞങ്ങൾ അവിടെ യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് മേലെന്ന് താഴത്തേക്കുള്ള ലിവിങ്ങിൻ്റെ ആ ഒരു വ്യൂ. ഞാൻ ഫസ്റ്റ് കയറി വന്നപ്പോൾ പറഞ്ഞില്ലേനോ ഇങ്ങനെ ഇനി ഫസ്റ്റ് സോഫ സെറ്റ് ചെയ്തിനിയത്. പിന്നെ ഈ കോർണർ വിൻഡോ എനിക്ക് ഇങ്ങനെ തുറക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് സോഫ ഞാൻ ആ സൈഡിലേക്ക് മാറ്റിയിട്ടത്. ആ ഒരു സ്പേസ് അവിടെ കൊടുത്തു കണ്ടിട്ടോ. ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ രസം എന്നുള്ളത് നിങ്ങൾ കൈയാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. അത് കഴിഞ്ഞ് ഈ ഒരു സൈഡിലേക്ക് വന്നാൽ ഇവിടെ ഒരു റൂമുണ്ട്. മേലെ 2 റൂമാണ് ഉള്ളത്, താഴത്തെ 2 റൂമാണ്. മേലത്തെ 2 റൂമും താഴത്തെ പോലെയല്ല, നല്ല സ്പേഷ്യസ് ആയിട്ടാണ് മേലത്തെ 2 റൂമും ഉള്ളത്. ഇവിടെയുള്ള 4 റൂംസും 4 രീതിക്കാണ് ഇൻറ്റീരിയർ ചെയ്തത്. ഒന്നും ഒന്നിനോട് സാമ്യമൊന്നുമില്ല. എല്ലാം വേറെ വേറെ മോഡലും വേറെ ഡിസൈനും കളർ തീമും ഒക്കെ ആയിട്ടാണ് ഓരോ റൂമും ചെയ്തത്. ഈ ഒരു റൂമിലുള്ള വാർഡ്രോബാണിത്. ഇതിങ്ങനെ 2 സൈഡിലേക്ക് സ്ലൈഡിങ് ഡോർ പോലെ തുറക്കുന്ന രീതിയിലാണ് കേട്ടോ ആക്കിയത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഹോം ടൂർ ചെയ്യുകയാണെന്ന് വിചാരിച്ചിട്ട് ഈ റൂം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഇല്ല. റൂമെന്നല്ല, വീടും മൊത്തം ഞാൻ എങ്ങനെയാണോ ഉള്ളത് ആ രീതിക്ക് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പല സാധനങ്ങളും വന്നിണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഒന്നും ഞാൻ ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടോ ആക്കിയിട്ടോ വൃത്തിയാക്കിയിട്ടോ ഒന്നുമില്ല. വീട് എങ്ങനെയാണോ ഡെയിലി ഉള്ളത് ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഈ റൂമിൽ 2 വിൻഡോ ആണുള്ളത്. ഒന്നൊരു ബേ വിൻഡോയും പിന്നെ ഒന്ന് താഴത്ത് കണ്ട കോട്ടിയാട്ടിലേക്ക് തുറക്കുന്ന ഒരു വിൻഡോയും ആണ് ഈ ഒരു റൂമിലുള്ളത്. കഴിയണതും നമ്മൾ പ്ലാനൊക്കെ വരയ്ക്കുന്ന സമയത്ത് മാക്സിമം ഇതുപോലെ ബേ വിൻഡോ ആഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റൂമിൻ്റെ സ്പേസിന് ഒരു കോട്ടവും തട്ടൂല, എന്നാൽ നമുക്ക് എക്സ്ട്രാ ഒരു ഇരിക്കുന്ന ഒരു സ്പേസ് കിട്ടുകയും ചെയ്യും. ഈ ഒരു സൈഡിലേക്കായിട്ടാണ് ഇവിടുത്തെ ഡ്രസ്സിങ് ഏരിയ വരുന്നത്. ഏറ്റവും മേലായിട്ട് ഇങ്ങനെ ഒരു പ്രൊഫൈലായിട്ട് കൊടുത്തണ്. ഒരു സൈഡിലേക്കായിട്ട് ഒരു ചെറിയൊരു ഷെൽഫ് കൊടുത്തണ്. പിന്നെ ഒരു ഫുൾ ലെങ്ത്തിലായിട്ടുള്ള ഒരു മിററും. ആ കാണുന്ന ചെറിയൊരു വിൻഡോ ആണ് കോട്ടിയാടിലേക്കുള്ള ഈ റൂമിൽ നിന്നുള്ള ഒരു വ്യൂ കേട്ടോ. ഈ റൂമിൽ നിന്നും താഴത്തെ 2 റൂമിൽ നിന്നും കോട്ടിയാടിലേക്ക് ഓപ്പണിങ് കൊടുക്കാൻ നോക്കിന്. കോട്ടിയാട് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിച്ചിന് കേട്ടോ. ഈ വീടിൻ്റെ ഏത് ഭാഗത്തുനിന്നും കോട്ടിയാടിലേക്ക് വ്യൂ ഉണ്ട്. ഈ കാണുന്ന ബാംബൂസൊക്കെ വളർന്ന് മേലെ മുട്ടാനുള്ളതാട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ എത്തിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന ഈ ഒരു സമയമായപ്പോഴത്തേനും അത്യാവശ്യം നല്ല ലെങ്ത്തിൽ എത്തിയിരുന്നു കേട്ടോ ഈ ഒരു ബാംബൂസൊക്കെ. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ഈ കോട്ടിയാടിൽ ഒരു വള്ളിച്ചെടി എന്തെങ്കിലും ഇങ്ങനെ പടർത്തി കണ്ട് ആ കമ്പിമേൽ മൊത്തം പടരുന്ന രൂപത്തിലാക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ മുല്ലൊക്കെ വളർത്തിയാലോ എന്നൊക്കെ വിചാരിച്ചിനി. പക്ഷേ പിന്നീടാണ് ബാമ്പു ആക്കാമെന്ന് വിചാരിച്ചത്. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് നമ്മളിവിടെ പൂട്ടിയിട്ട് പോകലുണ്ട്. അപ്പം ചെടികളൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയൂല. പിന്നെ അപ്പോൾ ബാമ്പു ആവുന്നുണ്ടെങ്കിൽ അത് കുഴിച്ചിട്ടൊന്ന് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിമേലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് നോക്കിക്കോളും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അത് താനേ വളർന്നോളും. പിന്നെ വല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു റൂമിലത്തെ ബാത്റൂം കാണാം. ഇതാണ് ഈ ഒരു റൂമിലെ ബാത്റൂം. റൂമിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ റൂമിലത്തെ ബാത്റൂമും ഓരോരോ രീതിക്കാണ് ചെയ്തത്. ടൈലും കാര്യങ്ങളും ഒക്കെ വ്യത്യാസമുണ്ട്. താഴത്തെ ഒരു റൂം കാണിച്ച സമയത്ത് അവിടുത്തെ ബാത്റൂം ഞാൻ കാണിച്ചിട്ടില്ല. ഇത് ഞാൻ പല സമയത്ത് എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ആ താഴത്തെ ബാത്റൂമും ഞാൻ എടുക്കാൻ മറന്നാണ്. താഴത്ത് കയറി വരുന്നിടത്തുള്ള ആ ഒരു റൂമും ഞാൻ കാണിച്ച റൂമത്തെ ബാത്റൂമും ഞാൻ ഇതിൽ മിസ് ചെയ്തു. ഈ ഒരു ബാത്റൂം കണ്ടപ്പോഴാണ് എനിക്ക് അത് ഓർമ്മയായത്. കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ ഒറ്റ ഇതിലെടുത്ത വീഡിയോ അല്ല, പല സമയത്തായിട്ട് ഓരോരോ ഭാഗം എടുത്ത വീഡിയോ ഇങ്ങനെ കറക്റ്റാക്കി ഇങ്ങനെ വെച്ചതാണ് ഞാൻ. അതുകൊണ്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ എടുക്കാത്തതൊക്കെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണുന്നത്. എന്തായാലും ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് പോവാം. ഇനി ഈ റൂം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പം പല കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് ഒഴിവാക്കിയാണ്. കുട്ടികൾ അങ്ങോട്ട് നടക്കുന്നുണ്ട് പലതും നടക്കുന്നുണ്ട് ഇവിടെ. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ആരും ഇല്ലാത്ത പോലെ ഞാൻ ഈ ഒരു ഹോം ടൂർ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതേ. അപ്പോൾ എന്തായാലും ബാക്ക് ടു ഹോം ടൂർ. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ TV ഏരിയ സെറ്റ് ചെയ്തത്. ആദ്യം പ്ലാനിൽ ഈ ഒരു ഏരിയ ഒരു ബാൽക്കണിയിലേക്ക് ഇറങ്ങിയിട്ട് കോട്ടിയാട്ടിലേക്ക് കാണുന്ന ഒരു വ്യൂ ഉള്ള മരത്തെ ഒരു ബാൽക്കണി ഇനിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് ബാൽക്കണി വേണ്ട, ആ ഏരിയ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വിൻഡോ വെച്ച് കണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുക, ബാൽക്കണി മാതിരി പുറത്തേക്ക് ആക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്
ഈ ഒരു ഏരിയ ഇവിടെ ഇങ്ങനെ ഉള്ളിലേക്കാക്കി എടുത്ത് പിന്നീട്. അതുകൊണ്ട് തന്നെ അവിടെ എക്സ്ട്രാ അതിനായിട്ടൊരു ഏരിയയും കിട്ടി. ഇവിടുത്തെ മേലുള്ള ഈ ഒരു ഹോള് നല്ല വലിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാൽക്കണി വെറുതെ ആണെന്ന്, എൻ്റെ കാര്യത്തിൽ കേട്ടോ. അവിടേക്ക് ഇറങ്ങി നിൽക്കും നോക്കുകയോ ഒന്നും ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് ഇവിടെ ഒരു ടി വി ഏരിയ പോലെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത്. അല്ലാന്നുണ്ടെങ്കിൽ താഴത്ത് ലിവിങ്ങിലേനി ആദ്യം ടി വി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിനിയത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയാണ്ട് ഇവിടേക്ക് കൊണ്ടുവച്ചിന് ടി വി. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ വിൻഡോ കൊടുത്തുകൊണ്ട് ആ വിൻഡോ ഇങ്ങനെ തുറന്ന് കഴിഞ്ഞാൽ ഒരു ബാൽക്കണി മാതിരി ഫീൽ ചെയ്യുകയും ചെയ്യും. നമുക്ക് ഇവിടെ നിന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ നോക്കുകയും ചെയ്യാം. ഇവിടുത്തെ ഏറ്റവും ഭംഗി എന്താ അറിയോ, ഈ ഒരു കോർട്ട്യാർഡിൻ്റെത് ഇപ്പോഴൊന്നുമല്ല, നല്ല പെരുമഴ പെയ്യണ സമയത്ത് ഇവിടെ ഇങ്ങനെ കാണാൻ ഭയങ്കര രസമാണ്. ഈ ബാമ്പൂലേക്കൊക്കെ ഇങ്ങനെ മഴത്തുള്ളികൾ ഇങ്ങനെ വീകണതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. അതിപ്പോൾ ഏത് ഭാഗത്തു നിന്നായാലും ഏത് വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ ആയാലും ആ ഒരു ഭാഗം ഇങ്ങനെ മഴ പെയ്യുമ്പോൾ കാണാൻ ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലേക്ക് ആയിട്ടാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ടല്ലോ നമ്മൾ സ്റ്റെയർ കയറി വരുന്നതിൻ്റെ വലതല്ല ഇടതു ഭാഗത്താണ് ഈ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തത്. ഇതൊരു സ്റ്റഡി ഏരിയ ആണ്, പക്ഷേ ഇതുവരെ മക്കൾ ഇവിടെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോഴാണ് ഓരവിടെ നാട്ടിൽ സ്കൂളിൽ ചേർത്തിയപ്പോഴാണ് ഇവർ ഈ സ്റ്റഡി ഏരിയ യൂസ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അതിൻ്റെ അടുത്തും ഇങ്ങനെ ഒരു വിൻഡോ, നല്ല വലിയ വിൻഡോ കൊടുത്തിന്. പിന്നെ ഇതിൻ്റെ വിൻഡോൻ്റെ ഗ്രില്ലൊക്കെ ഇങ്ങനെ പകുതി പോലാണ് കൊടുത്തത്. കാരണം വിൻഡോ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ബാൽക്കണി ഫീലാണ് കിട്ടുക. മറ്റേ ഫുള്ള് ഗ്രില്ല് വെച്ച് കണ്ട് അടച്ചിട്ടില്ല. പിന്നെ സേഫ്റ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പേടിക്കാനുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ലാമിനേറ്റഡ് ടെമ്പർ ഗ്ലാസ്സാണ്. അങ്ങനെ അടിച്ചാലൊന്നും പൊട്ടുന്ന ടൈപ്പ് ഗ്ലാസ് അല്ല. അതുകൊണ്ട് സേഫ്റ്റിൻ്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല. എല്ലാ വിൻഡോസിനും ഗ്രില്ലൊന്നും കൊടുത്തിട്ടില്ല. കൊടുത്തത് തന്നെ ഇങ്ങനെ ഹാഫ് മാതിരി പകുതി നമ്മളവിടെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് വികാതിരിക്കാനും വേണ്ടിയിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതാണ് മേലുള്ള മറ്റൊരു റൂം. ഈ റൂമും നല്ല വലിയ റൂമാണ്, താഴത്തെ പോലല്ല. ഈ റൂമിൻ്റെ ഇവിടെ ഇങ്ങനെ ബേ വിൻഡോ കൊടുത്തിന്. മറ്റേ റൂമിൽ പറഞ്ഞ പോലെ തന്നെ ഈ റൂമിനും ബേ വിൻഡോയും കൊടുത്തിന്. അതിനെക്കാട്ടി കുറച്ചൊരു വലിയ ബേ വിൻഡോ ആണ് ഈ റൂമിന് കിട്ടിയത്. അതുപോലെ ഈ ഒരു ഹെഡിൻ്റെ ഭാഗത്ത് ഫുള്ളും വാൾപേപ്പറാണ് കൊടുത്തത്. മറ്റേ റൂമിലൊക്കെ ഞാൻ പറയാൻ മറന്നുപോയിന്, എന്തൊക്കെയോ ഞാൻ പറയാൻ മറന്നു പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. മറ്റേ മേലെ തന്നെ മറ്റേ റൂം കാണിച്ചതിൽ വാൾപേപ്പർ അല്ല പാനലിങ് ആണ് ചെയ്തത് ഹെഡിൻ്റെ ഭാഗത്ത്. പക്ഷേ താഴത്തെ റൂമിലൊക്കെ വാൾപേപ്പറാണ്. ഈ റൂമിലും വാൾപേപ്പറാണ് ഹെഡിൻ്റെ ഭാഗത്ത് ചെയ്തത്. ഈ ഒരു റൂമിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വാർഡ്രോബാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇത് കുറച്ചൊരു ഉള്ളിലേക്കായിട്ട് ബാത്റൂമിലേക്ക് പോണ അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫുള്ള് മിററാക്കി ചെയ്തിന്. ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ഉണ്ടാക്കാത്തത് കൊണ്ട് ഫുള്ള് മിററായിട്ട് ചെയ്തിന്. പിന്നെ ഇവിടെയാണ് ഈ ബേ വിൻഡോൻ്റെ ഇതിങ്ങനെ തുറന്നാലുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇത് ആ കിച്ചൻ്റെ സൈഡിൽ കണ്ടില്ലേ ബാമ്പു, അത് വളർന്ന് വലുതായി മേലേക്ക് നിൽക്കണ ഇതാട്ടോ ഇവിടെ. അപ്പോൾ ഈ ഒരു വിൻഡോ തുറന്നാൽ ഇങ്ങനെയുള്ളൊരു ഇതാണ് കിട്ടുക. പിന്നെ കുറേ സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറേ മുറ്റത്തെ വ്യൂ കാണാനൊന്നുമില്ല. എല്ലാ വിൻഡോ തുറന്നാലും അപ്പുറത്തുള്ള റോഡും അപ്പുറത്തുള്ള വീടും ഒക്കെയാണ് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ബാമ്പു നല്ല വളർന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്കൊന്നും വ്യൂ ഉണ്ടാവില്ല. ഇനി ഈ റൂമിലെ ബാത്റൂം കാണാം. ഈ ഒരു റൂമിലെ ബാത്റൂം ഇങ്ങോട്ട് കുറച്ചൊരു മാറികാണ്ട് ഇവിടേക്കായിട്ടാണ് ബാത്റൂം ഉള്ളത്. എല്ലാ റൂമിലും ബാത്റൂം ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ആയിക്കാണ്ടാണ് കേട്ടോ ചെയ്തത്. അതിനൊരു പാർട്ടീഷൻ മാതിരി ഒരു ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ട് ഡ്രൈ ഏരിയ വേറെയും വെറ്റ് ഏരിയ വേറെയും ഇങ്ങനെ മാറ്റി കൊടുത്തിന്. അതുപോലെ അതിൻ്റെ ആ ഒരു ടൈലിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഡ്രൈ ഏരിയയിലും വെറ്റ് ഏരിയയിലും വേറെ വേറെ ആക്കിയിട്ട് കൊടുത്തിന്. പിന്നെ എല്ലാ ബാത്റൂമിലും നിഷ് കൊടുത്തിന്. ഇതുപോലെ നിഷ് കൊടുത്തിന്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ഷാമ്പൂ സോപ്പ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പിന്നെ സെപ്പറേറ്റ് ഒരു സംഭവം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഇങ്ങനെ നിഷ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പം ഈ റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നേരെ വന്നാൽ ഇതിൻ്റെ അടുത്ത് ആ ഒരു ടി വി ഏരിയൻ്റെ നേരത്തെ കണ്ട ടി വി ഏരിയൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഇങ്ങനൊരു ഡോറുണ്ട്. ഈ ഡോറ് തുറന്നാൽ ഇതാദ്യം ഒരു ഓപ്പൺ ടെറസേനി, മേലുള്ള ഓപ്പൺ ടെറസേനി. പിന്നീട് ആ ഒരു ഓപ്പൺ ടെറസിന് ഷീറ്റൊക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ ആക്കി സെറ്റ് ചെയ്തെടുത്തതാ. ഇപ്പം കണ്ട റൂം പോലെ തോന്നും, പക്ഷേ ഇത് റൂമല്ല. ഓപ്പൺ ടെറസിൻ്റെ മേലെ ഷീറ്റ് ഇട്ടുകാണ്ട് ഈ വലിയൊരു ഓപ്പൺ ടെറസേനി അതിന് 2 ഭാഗമാക്കിക്കാണ്ട് 2 ഏരിയ പോലെ സെറ്റ് ചെയ്തതാ. ഈ ഒരു വാർഡ്രോബ് കണ്ടില്ലേ സെൻറ്ററിൽ, അതിൻ്റെ അപ്പുറത്തെ സൈഡ്
അല്ല അപ്പുറത്തെ സൈഡിനും ഇപ്പുറത്തെ സൈഡിനും പാർട്ടീഷൻ ചെയ്യണ ഒരു സാധനമാണ് ഈ ഒരു വാർഡ്രോബ്. അല്ലാതെ അതിൻ്റെ ഇടയിൽ ചുമരൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ അയൺ ചെയ്യാനും പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ഒക്കെ വിചാരിച്ചു കണ്ടുള്ള ഒരു ഏരിയ പോലെ ഇപ്പുറത്തെ ഏരിയ സെറ്റ് ചെയ്തിന്. അത്യാവശ്യം നല്ല സ്റ്റോറേജും കൊടുത്തിന് ഇവിടെ ഒരു വാർഡ്രോബ് പാർട്ടീഷനായി വന്നതുകൊണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാർഡ്രോബിൻ്റെ ഒരു ഡോറ് തുറന്നാലാണ് അപ്പുറത്തെ ഏരിയയിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മൊത്തം ഒരു വാർഡ്രോബാണെന്നേ പെട്ടെന്ന് കാണുന്നോല് വിചാരിക്കുള്ളൂ. അപ്പുറത്തെ ഏരിയയിൽ ഇങ്ങനെ വാഷിംഗ് മെഷീനും തിരുമ്പി ചിക്കാനുള്ള ഒരു ഏരിയ ആണ് എന്ന് പെട്ടെന്ന് കണ്ടാൽ ആർക്കും മനസ്സിലാവില്ല അവിടെ അങ്ങനെ ഒരു ഏരിയ ഉണ്ട് എന്നുള്ളത്. അവിടെ തന്നെയാണ് ഒരു തിരുമ്പണ കല്ലും സെറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഹോം ടൂർ. എന്തായാലും പറഞ്ഞ് അവസാനം ഹോം ടൂർ ചെയ്ത് കഴിഞ്ഞാണ്. ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചുകൊണ്ടിട്ടോ. അപ്പോൾ ഈ ഒരു ഹോം ടൂർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.